ഇന്ന് ഒരു സ്ഥാപനത്തിന്റെ 5ാം വാർഷികം മാത്രമല്ല, ഒരു സ്വപ്നത്തിന്റെ ഒരു വിജയത്തിന്റെ യാത്ര കൂടിയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പം ചെറുപ്പം മുതൽ ടീച്ചിങ് ഒരു ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ഒരു കുട്ടി ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നത് ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇതൊരു നഴ്സിംഗ് കോളേജിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം അവിടെ ഓൾറെഡി ഒരു സ്ട്രക്ചേർഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടീച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഔട്ട്പുട്ടിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓൺലൈൻ എഡ്യൂക്കേഷൻ പോസിബിൾ ആണെന്ന് പോലും ചിന്തിച്ചിട്ടില്ല, എസ്പെഷ്യലി ഈ ഒരു നഴ്സിംഗ് സെഷനിൽ. ഇന്ന് നമ്മൾ ഇത്രയും ക്വാളിറ്റിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ആ ഒരു 1.5 വർഷത്തെ പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പലരും ഫോൺ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതുപോലത്തെ ക്ലാസ് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. ഓരോ കുട്ടിയുടെ റിസൾട്ട് വരുമ്പം അതിന് മുൻപുള്ള ആ ഒരു ടെൻഷൻ അവരെക്കാളും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. റിസൾട്ട് വന്നു, നല്ല മാർക്കോട് കൂടി ആൾ പാസ്സായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ആൾ ആദ്യം വന്നത് ഞങ്ങളെ കാണാനായിരുന്നു. അപ്പോൾ ഷി വാസ് ലിറ്ററലി ക്രൈം. ടീച്ചേഴ്സിനൊരു റാപ്പിഡ് ഫയർ റൗണ്ട് തരാൻ പോവാണ്. സങ്കടപ്പെടുന്ന ടീച്ചർ? ഓക്കെ, ഇംപ്രിൻസ് എന്നുള്ളൊരു പേര് ആദ്യം കൊണ്ടുവന്നത് ആരാണ്? റോസ്. Hello, a very warm welcome to the special anniversary celebration of Imprints Academy. I'm so delighted to have both of you today. ഇന്ന് ഒരു സ്ഥാപനത്തിൻ്റെ 5ാം വാർഷികം മാത്രമല്ല, ഒരു സ്വപ്നത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ യാത്ര കൂടിയാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. ആൻഡ് ഐ എം സോ ഡിലൈറ്റഡ് ടു ഹാവ് ദ വിഷണറി ഫൗണ്ടേഴ്സ് ഓഫ് ഇംപ്രിൻസ് അക്കാദമി, റോസ് മാം ആൻഡ് മിനു മാം. എ വെരി വെൽക്കം ടു ബോത്ത് ഓഫ് യു. താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്വപ്നം ഇന്ന് വളരെ മൈൽ സ്റ്റോൺസ് കടന്നിരിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതം ട്രാൻസ്ഫോം ചെയ്തേക്കാണ്. ആ ഒരു യാത്രയെ പറ്റി അറിയാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. പണ്ട് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങൾ അത് നമ്മുടെ ജീവിതം മാത്രമല്ല ബാക്കിയുള്ളവരുടെ ജീവിതവും കൂടി മാറ്റി മറക്കുന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഈ ഒരു ജേണി അതിനെപ്പറ്റി അറിയാനാണ് ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അക്കാദമി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു ആസ് ടീച്ചേഴ്സ്. ആ ഒരു ലൈഫിനെ പറ്റിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരു അധ്യാപക കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പപ്പയും മമ്മിയും ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ ടീച്ചിങ് ഒരു ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ഇവർ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവരുടെ ഈ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ കേട്ടോണ്ടിരുന്നത്. പിന്നെ പഠിക്കുന്ന സമയത്താണേലും പഠിച്ച കാര്യങ്ങൾ വേറൊരാൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എക്സാമിനൊക്കെ മുൻപ് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഈ വലിയ എസ്സേക്ക് ഒന്ന് ക്യാപ്സ്യൂളാക്കി പറഞ്ഞു തരാമോ എന്നൊക്കെ ഒരു ചോദിക്കും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക, അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഫ്യൂച്ചറും ഇത് തന്നെയാണ്, പേരൻസിനെ പോലെ തന്നെ ഒരു ടീച്ചർ ആകുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഫ്യൂച്ചറെന്ന്. പിന്നെ അതിനുശേഷം BSc നഴ്സിംഗ് എടുക്കുന്നു. പിന്നെ ഈ ഒരു ടീച്ചിങ് പർപ്പസോടുകൂടി തന്നെയാണ് MSc നഴ്സിംഗ് എടുക്കുന്നതും. പിന്നെ MSc നഴ്സിംഗിന് ശേഷം ആഗ്രഹം പോലെ തന്നെ പല കോളേജുകളിലും നഴ്സിംഗ് ലെക്ചറായിട്ടും അസിസ്റ്റൻറ്റ് പ്രൊഫസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ തന്നെ ടീച്ചിങ് എനിക്ക് വലിയൊരു പാഷനായിരുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ +2 കഴിഞ്ഞിട്ട് കുറേ പേര് നഴ്സിങ്ങിന് പോയി, ഞാനും പോയി. അങ്ങനെയാണ് എൻ്റെ ഒരു നഴ്സിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ആക്ച്വലി നഴ്സിംഗ് സ്കിൽസിനേക്കാൾ സുപ്പീരിയർ ടീച്ചിങ് സ്കിൽസാണ്. അപ്പോൾ നമ്മൾ ഈ നഴ്സിങ്ങിന് ടീച്ചിങ് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ അധ്യാപകരെയൊക്കെ ഓർക്കുന്നുണ്ട്, ഓരോ ക്ലാസ്സസ് കഴിയുമ്പോഴും സോ യു ആർ ഡൂയിങ് ഗുഡ് എന്നുള്ളൊരു അപ്രിസിയേഷൻ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഫൈൻ, അപ്പോൾ ടീച്ചിങ് ആണ് എൻ്റെയും വഴി. അതർ ദാൻ നഴ്സിംഗ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് ടീച്ചിങ്ങിലാണ്. ആൻഡ് നമ്മളിങ്ങനെ പറയും, ഒരു കുട്ടി ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നത് ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഓക്കെ ഫൈൻ, ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട്. അങ്ങനെ തന്നെയാണ് ഞാനും BSc കഴിഞ്ഞു, പിന്നെ PG ചെയ്തു ടീച്ചിങ്ങിലോട്ട് വരുന്നത്. ആൻഡ് ഞാനും ഇനീഷ്യലി ഒരു കോളേജ് ഓഫ് നഴ്സിംഗിൽ 2 ഇയേഴ്സ് വർക്ക് ചെയ്തു. ആൻഡ് എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയ ഒരു ഇനീഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് അതെൻ്റെ കരിയറിൽ ത്രൂ ഔട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് എന്ന് എനിക്ക് മനസ്സിലായത് ടീച്ചിങ് ഇസ് എ വെരി പാഷൻ ഫോർ യു മോർ ദാൻ എ ജോബ്. സോ നിങ്ങൾ ഈ ഒരു നഴ്സിംഗ് ജോബിലേക്ക് കടന്ന സമയത്ത് എന്നെങ്കിലും നിങ്ങളൊരു ഓൺട്രപ്രണേഴ്സായി മാറും, ഇങ്ങനെയൊരു സ്വപ്നം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ ഇപ്പോൾ ഈ ഒരു ഓൺട്രപ്രണർ ആയിട്ട് മാറും എന്നുള്ള കാര്യം? ഓക്കെ, നമ്മുടെ ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പം അങ്ങനെ ഒരു തോട്ട് നമുക്കില്ല, ബിസിനസ് നമ്മുടെ മൈൻഡിലില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം, പിന്നീട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണല്ലോ ഓരോ കാര്യങ്ങൾ കോമൺലി പറയുന്നത്. ഇതൊരു നഴ്സിംഗ് കോളേജിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം അവിടെ ഓൾറെഡി ഒരു സ്ട്രക്ചേർഡ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടീച്ചിങ് അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഔട്ട്പുട്ടിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു രീതിയിൽ കുട്ടികളെ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ടുള്ളൊരു രീതിയിൽ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ
അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഈ ഒരു ട്രഡീഷണൽ വേയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് കുട്ടികളെ ഒന്ന് പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റിയ നല്ലതായിരിക്കും എന്ന് അന്നും നമ്മൾ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ആൻഡ് അപ്പോഴും ബിസിനസ് നമ്മുടെ മൈൻഡിലില്ല. ആൻഡ് ഇപ്പോൾ പറയുമ്പോൾ ആ ഒരു തോട്ടിൽ നിന്നാണ് നമുക്ക് ഇന്ന് പല കാര്യങ്ങളും ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്ത വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് അബൌട്ട് യു ഗൈസ് ഇസ് നിങ്ങൾ ഫാമിലി ആണെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നൊന്ന് പറയാമോ? പലരും വിചാരിക്കുന്നത് ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണെന്നാണ്. സിസ്റ്റേഴ്സ് തന്നെ ആണ്, ബട്ട് സിസ്റ്റർ ഇൻ ലോ എന്ന് പറയാം. ഇപ്പം മിന്നു എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം മിന്നു വീട്ടിലേക്ക് വന്നിട്ട് 9 വർഷമായി. എല്ലാ കാര്യത്തിലും ഫ്രം ദ ബിഗിനിങ് എല്ലാം ഒരേ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു അക്കാഡമിയുടെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ, എല്ലാം ഒരു സിമിലർ ഇൻട്രസ്റ്റിലാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരേ ഗോളും ഒരേ ഡയറക്ഷൻ ഒരേപോലെ ചിന്തിക്കുന്ന ഒരാൾക്കാർ വരുമ്പോൾ നമ്മൾ ഏത് സംരംഭം തുടങ്ങിയാലും അത് മുൻപോട്ട് സക്സസ്ഫുള്ളി പോകും. അപ്പോൾ അത് ഈ ഒരു കാര്യത്തിലും ശരിക്കും വർക്കൗട്ടായി. ലൈഫ് ചേഞ്ചസ് അൺഎക്സ്പെക്റ്റഡ്ലി. കോവിഡ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം വളരെ അധികം മാറ്റിമറിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ജീവിതത്തിലും കോവിഡ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? ഉറപ്പായിട്ടും 2019 കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2019 മുൻപ് വരെ ഞങ്ങൾ നഴ്സിംഗ് കോളേജിൽ ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ പോസിബിൾ ആണെന്ന് പോലും ചിന്തിച്ചിട്ടില്ല, എസ്പെഷ്യലി ഈ ഒരു നഴ്സിംഗ് സെഷനിൽ. ഇപ്പോൾ 2019 ആയപ്പോൾ കോളേജസ് എല്ലാം അടയ്ക്കേണ്ടി വന്നു. പിന്നെ നിവൃത്തിയില്ലാതെ ഓൺലൈനിലേക്ക് പോകേണ്ടി വന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഓൺലൈൻ ലേണിങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റീനെ പറ്റി. നമുക്ക് ഓൺലൈനിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ആ ഒരു സൗകര്യം അനുസരിച്ച് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും, അവരുടെ കംഫർട്ടിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റിയൊരു അവസരമായിരുന്നു. അപ്പോൾ ഇത് തന്നെ നമുക്കും ഒരു സ്പാർക്ക് തന്നു. ഈ ഒരു ഓൺലൈൻ ലേണിംഗ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം അതിന് നമ്മളൊന്നൊരു സംരംഭമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൂടാ, അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വന്നു. പിന്നെ നേരത്തെ മിന്നു പറഞ്ഞതുപോലെ ടീച്ചിങ് ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പല ആശയങ്ങളുണ്ട്, പക്ഷെ അവിടെ വരുമ്പോൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലിൽ നമ്മുടെ ഒരു സ്ഥാപനം അതും ഓൺലൈനായിട്ട് വരുമ്പോൾ എവിടെ നിന്ന് ആർക്ക് വേണമെങ്കിലും ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള പല പല ആശയങ്ങൾ വന്നപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഇംപ്രിൻസ് അക്കാഡമിയുടെ ഒരു ഒറിജിൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കറിയാം ഈ ഗൾഫിലോട്ടൊക്കെ ഒരുപാട് നഴ്സിംഗ് റിക്വയർമെൻറ്റ്സ് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ കേരള നോർക്ക വഴിയൊക്കെ ഒരുപാട് നഴ്സസ് അന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പം പോകുന്നത് എളുപ്പമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ലൈസൻസ് കമ്പൽസറി ആയി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ലൈക്ക് കുട്ടികളിപ്പോൾ ഒരു 8 hours അല്ലെങ്കിൽ 12 hours മേ ബി 24 hours ഒക്കെ ഡ്യൂട്ടി ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പ്രോമെട്രിക് എക്സാംസ് ആർ നോട്ട് സോ ഈസി. അപ്പോൾ ഇത് പഠിക്കാനുള്ളൊരു സമയം പിന്നെ അവർക്കില്ല. അപ്പോൾ ആ സമയത്തും എനിക്ക് തോന്നുന്നു പലരും ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ ഒരു ലൈവ് ക്ലാസ് കൊടുത്താൽ ആ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പല കുട്ടികൾക്കും അപ്പോൾ പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് തോന്നി ഓക്കെ, എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് ഒരു കോച്ചിങ് റെക്കോർഡഡ് സെഷൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അങ്ങനെ ഒരു തോട്ട് വരുന്നത് ആ ഒരു ടൈമിലാണ് നമുക്ക്. നിങ്ങൾ അക്കാദമി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഈ പ്രോമെട്രിക് കോച്ചിങ്ങിന് വേണ്ടി വന്ന കുട്ടികൾ അവർ ഫേസ് ചെയ്തിരുന്ന മെയിൻ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? നമ്മൾ അക്കാഡമി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കംപ്ലീറ്റ് റിസർച്ച് ചെയ്തായിരുന്നു. കറൻ്റ്ലി ഉള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ചിലർ സെൽഫ് പ്രിപ്പറേഷൻ ഉണ്ട്, ചിലർ കോച്ചിങ് അക്കാഡമിയിൽ പോയി പഠിക്കും. അപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് മിക്ക കുട്ടികളും പഠിക്കുന്നത് കുറേ MCQs ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ 1000-2000 MCQs ഒക്കെ അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് അവരിത് ബൈ ഹാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അതിൻ്റെ ആൻസർ വന്നു, എന്താണ് അതിൻ്റെ റാഷണൽ, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോൾ ഇവർ ഈ തത്ത് പഠിക്കുന്നത് പോലെ കുറേ ബൈ ഹാർട്ട് ചെയ്തിട്ട് പോകും. എന്നിട്ട് എക്സാമിൽ ചെല്ലുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആൻസർ ഇല്ല. അപ്പോൾ എക്സാം ഫെയിൽ ആകുന്നു. നമ്മൾ എക്സാം ഫെയിൽ ആകുമ്പോൾ ഓർക്കണം, ഈ ഒരു എക്സാമിന് 30,000 to 35,000 ആണ് എമൗണ്ട് വരുന്നത്. അപ്പം ഇതൊന്ന് മാറ്റണമെന്ന് തോന്നി. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കണമെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചു. ആക്ച്വലി എല്ലാ എക്സാംസിനും പ്രോപ്പർ സിലബസ് ഉണ്ട്, അവരുടെ മിനിസ്ട്രിയുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിലബസ് ഫുള്ള് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചിട്ട് എന്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വന്നു എന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തിയറിയും കൂടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ലേണിംഗ് വേണമെന്നുള്ളത് നമ്മൾ ആദ്യമേ ഉറപ്പിച്ചായിരുന്നു. ഈ ഒരു ബൈ ഹാർട്ടിംഗ് മോഡ് ഇവിടെ വർക്കൗട്ട് ആകത്തില്ല. അതാണ് മെയിനായിട്ട് നമ്മൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരു ചേഞ്ച്. പിന്നെ അതിനനുസരിച്ചായിരുന്നു നമ്മുടെ ഫർദർ പ്രിപ്പറേഷൻസും. ഓൾമോസ്റ്റ് ഒരു 1.5 to 2 years നമ്മൾ ഈ പ്രിപ്പറേഷൻ മോഡിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. മാം പറഞ്ഞല്ലോ ഒരു 1.5 years ഓഫ് പ്രിപ്പറേഷൻ ആയിരുന്നു ഈ ഒരു അക്കാദമിയുടെ പിന്നിൽ. ശരിക്കും അത്രയും ഒരു ടൈമിൻ്റെ ആവശ്യമുണ്ടോ? യെസ്, അത് ആക്ച്വലി ഇപ്പം
ഒരു BSc നഴ്സിങ്ങിന് 90% മാർക്ക് മേടിക്കുന്ന ഒരു കുട്ടി പ്രോമെട്രിക് എക്സാം പാസ്സാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഒരു BSc നഴ്സിങ്ങിന് അത് തിയറിയാണ്, പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും അത് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ക്ലിനിക്കൽ സിനാരിയോയിൽ എങ്ങനെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യും, എങ്ങനെ കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രോമെട്രിക്കിൽ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഈ 1.5-2 വർഷത്തോളം നമ്മൾ സിലബസസ് ഡൗൺലോഡ് ചെയ്തു, സിലബസ് പഠിച്ചു. ഞങ്ങളാദ്യം പഠിച്ചു. നമ്മളാദ്യം പഠിച്ചിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 5700ഓളം MCQs ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു വിത്ത് റാഷണൽ. അതായത് ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പം അതിൻ്റെ ആൻസർ ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം മാം പറഞ്ഞ പോലെ ആൻസർ ബൈ ഹാർട്ട് ചെയ്തു, ക്വസ്റ്റ്യൻ ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്താൽ കുട്ടി അവിടെ ബ്ലാങ്ക് ആയി. സോ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്തത് വൈ, എന്തുകൊണ്ട് ഈ ആൻസർ വന്നു. സോ അത് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് കുറേ ടൈം വേണമായിരുന്നു. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ ആക്ച്വലി ക്ലാസ്സസ് എല്ലാം നമ്മൾ Zoom പ്ലാറ്റ്ഫോം ത്രൂ ആണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വി പ്രിപ്പയർഡ് പവർ പോയിൻറ്റ്സ്. അത് ആക്ച്വലി കുട്ടികൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പവർ പോയിൻറ്റ്സ് എല്ലാ സബ്ജക്ട്സിനും നമ്മൾ പവർ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തു. പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തു, അതുപോലെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ കുട്ടികൾ തന്നെ പറയുമായിരുന്നു, മാം ഇതുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസിയാണ്. സോ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പ്രിപ്പറേഷനാണ് ഞങ്ങൾ ഈ 1.5 വർഷം. and അതൊരിക്കലും ഒരു വേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇന്ന് നമ്മൾ ഇത്രയും ക്വാളിറ്റിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ആ ഒരു 1.5 വർഷത്തെ പ്രിപ്പറേഷൻ തന്നെയായിരുന്നു. യെസ്, ഇന്നിപ്പോൾ ഈ ഒരു 5 years നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ആണെന്നുള്ളത് നമുക്ക് ശരിക്കും പറയാൻ പറ്റും. ഐ എം സോ ഇംപ്രസ്ഡ് ബൈ ദ പ്രിപ്പറേഷൻ ദാറ്റ് യു മെയ്ഡ് ദീസ് പാസ്റ്റ് ഇയേഴ്സ്. ഈ ഒരു അക്കാദമിയുടെ സ്റ്റാർട്ടിങ് ടൈമിൽ, ജസ്റ്റ് ആസ് യു സെഡ്, ആ പ്രിപ്പറേഷൻ ടൈമിൽ എപ്പോഴെങ്കിലും ഒരു സെൽഫ് ഡൗട്ട് നമ്മളെയും കൊണ്ട് ഇത് പറ്റുമോ എന്നെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? സെൽഫ് ഡൗട്ടിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇല്ല. കാരണം ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തായിരുന്നു. നമ്മളൊരു കാര്യത്തിൽ ഫുള്ളി പ്രിപ്പയർഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ 1.5 വർഷത്തോളം പ്രിപ്പയർ ചെയ്തത് മാത്രമല്ല, സ്റ്റിൽ വി ആർ ലേണിംഗ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ചലഞ്ചസും വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഓൺലൈൻ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ടാർഗറ്റ് എല്ലാം കുറച്ച് മച്വർ ആയിട്ടുള്ള, അതായത് ഒരു 30-40 ഇയേഴ്സിലൊക്കെ വരുന്ന കുട്ടികളാണ്, സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനിലേക്കുള്ള ചേഞ്ച് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ഏജിലുള്ള സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവരത് പെട്ടെന്ന് അതുമായിട്ട് അഡാപ്റ്റഡ് ആവും. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാൻ ക്ലാസ് റൂമിൽ പോയി അവിടെ ആ സാറിൻ്റെ മുഖത്തല്ലേ ടീച്ചറിൻ്റെ മുഖത്ത് നോക്കി പഠിച്ചാൽ മാത്രമേ എനിക്ക് കയറുള്ളൂ, തലേ കയറുള്ളൂ, അങ്ങനെ ഒരു വിശ്വാസം ഇവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് തന്നെ റിവ്യൂ കൊടുക്കണം. പഠിച്ച കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസ് അവർ തന്നെ പറയുമ്പോഴാണ്, ഓ ഇങ്ങനെയും പഠിക്കാം അല്ലേ, എനിക്ക് എൻ്റെ ജോലി തിരക്കിലും ഇതാണ് കൂടുതൽ ബെറ്റർ എന്നുള്ളൊരു ചിന്താഗതി വരുള്ളൂ. അതിപ്പോൾ ഗ്രാജുവലി ആ ഒരു വിശ്വാസം അവരിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ എല്ലാം എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ വെൽ. ആൻഡ് നമ്മളാണേലും ഡേ ബൈ ഡേ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു 1.5 വർഷം നീണ്ട ഈ പ്രിപ്പറേഷൻ ഒരൊറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ വാട്ട് വുഡ് ഇറ്റ് ബി? ഓക്കെ, അപ്പോൾ ലുക്കിംഗ് ബാക്ക് ഒരു ബ്യൂട്ടിഫുൾ ജേണി തന്നെയായിരുന്നു അത്. അപ്പോൾ നമ്മൾ എന്ത് തുടങ്ങിയാലും, ചെറുതോ വലുതോ ആയി എന്തൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്താലും ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രോവർബ് ഉണ്ട്, ഫൂൾസ് റഷ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്. ഏതാണ്ട് അതുപോലെയാണ്. അതായത് നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനമായിരിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ട്. ആൻഡ് ഫൈനലി August 2nd, 2021, ദ ഒഫീഷ്യൽ സ്റ്റാർട്ടിംഗ് ഓഫ് ഇംപ്രിൻസ് അക്കാദമി. ആ ഒരു ആദ്യത്തെ ദിവസത്തെ ഓർമ്മകളൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടൊന്ന് പങ്കുവെക്കാമോ? എങ്ങനെ മറക്കാൻ പറ്റും? അതിപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ ഏകദേശം ഒരു 20 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. ക്ലാസ്സിന് മുൻപ് കുറേ തവണ പ്രിപ്പയർ ചെയ്തു, മിററിലൊക്കെ പോയിട്ട് ഫസ്റ്റ് ക്ലാസ് അടിപൊളിയായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ ക്ലാസ് എടുത്ത് 2 hours കഴിഞ്ഞു. സ്റ്റുഡൻസ് ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ പലരും ഫോൺ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മിനിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മേഡം ഇതുപോലത്തെ ക്ലാസ് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ല, ശരിക്കും ആക്ച്വലി ഉള്ളത് തന്നെ. അപ്പോൾ അത് കേട്ടപ്പോൾ കിട്ടിയ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നീട് മുമ്പോട്ട് പോകാനുള്ളൊരു നല്ലൊരു ശക്തി, ഒരു കരുത്ത്, ആ ഒരു ഇൻസ്പിറേഷൻ തന്നത് അത് തന്നെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇപ്പോഴും ചെറിഷ് ചെയ്യുന്നൊരു മെമ്മറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം, ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ എക്സാം റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ്. ഫസ്റ്റ് സ്റ്റുഡൻ്റാണ്, അപ്പോൾ ആ കുട്ടിയുടെ എക്സാം റിസൾട്ട് വരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു 2-3 മണിക്കൂർ മുമ്പ് തൊട്ടേ ഇങ്ങനെ കുട്ടീനെ വിളിച്ച് ചോദിക്കുന്നു. കുട്ടീനെക്കാളും ടെൻഷൻ ഇവിടെയാണ്. കുട്ടി കൂളായിട്ട് ഇരിപ്പുണ്ട്, സ്റ്റുഡൻറ്റ് ഹായ്.
എൻ്റെ ഫൈനലി എക്സാം റിസൾട്ട് വന്നപ്പോൾ ആള് പാസ്സായെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നമ്മൾ ആക്ച്വലി ഞങ്ങൾ ഒരു എക്സാമിന് പാസ്സാകുമ്പോൾ ഇത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തുള്ളിച്ചാടുമായിരുന്നു. അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. അതിപ്പോഴും അതുപോലെ തന്നെയാണ്. ഓരോ കുട്ടിയുടെ റിസൾട്ട് വരുമ്പം അതിന് മുൻപുള്ള ആ ഒരു ടെൻഷൻ അവരെക്കാളും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അവരുടെ ആ ഒരു പാസ്സാകുമ്പോഴുള്ള സന്തോഷം അവരെക്കാൾ കൂടുതൽ അത് നമ്മൾ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാം നമുക്ക് മെമ്മറീസ് തന്നെയാണ്. എല്ലാം ഓരോ കുട്ടികൾ, അവരുടെ ജേർണീസ്, അവരുടെ കഷ്ടപ്പാടുകൾ, അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു പാസ്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 5 years ജേർണിയിൽ ഡിഡ് യു എവർ ഫെൽറ്റ് ലൈക്ക് ഗീവിങ് അപ്പ്? ഇല്ല, അങ്ങനെ ഒരു തോട്ട് ഇല്ലല്ലേ, നമുക്ക് ഒരിക്കലും വന്നിട്ടില്ല. അതായത് നമുക്ക് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഗൾഫ് വാർ, അതുപോലെ സ്റ്റുഡൻറ്റ് അഡ്മിഷൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ടൈംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരുന്നു. സോ ഞങ്ങൾ എന്ത് കൊടുത്തുകൊണ്ടിരുന്നോ അത് കൂടുതൽ ക്വാളിറ്റിയിൽ കൊടുക്കാനാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റിൽ വി ആർ ലേണിംഗ്, സ്റ്റിൽ വി ആർ ഗ്രോവിങ്. അതിനിടയ്ക്ക് ഒരുപാട് ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് നമ്മൾ പോകെ ഇത് പറയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അതിനിടയ്ക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനം ഫ്യൂച്ചറിലാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. വി ആർ സ്ട്രെസ് ഫ്രീ. ഞങ്ങൾ ഗ്രോ ചെയ്യും. ഞങ്ങളുടെ കുട്ടികൾക്കും ബെസ്റ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു തോട്ട്. Students don't just choose an institution, they choose something that they trust. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ ആ ഒരു വിശ്വാസം നിങ്ങൾ നേടിയെടുത്തത്? അതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് അവർ കോളേജ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞിട്ടൊരു 5, 10, 15 ഒരുപാട് വർഷം ഗ്യാപ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രോമെട്രിക് എക്സാം മാൻഡേറ്ററി ആണ്. ഇത് പാസ്സായാലാണ് അവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ വരുന്നതേ നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം, മേഡം ഞാൻ പണ്ട് പഠിക്കാൻ അത്ര സ്മാർട്ടൊന്നും അല്ലായിരുന്നു, ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടൊരു 10-15 കൊല്ലം ഗ്യാപ്പായി, എനിക്കെല്ലാം മറന്നുപോയി, എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് അറിയില്ല, അതിൻ്റെ പണ്ടത്തെ അത്ര മെമ്മറി കപ്പാസിറ്റി ഒന്നും ഇല്ല, ഇത് ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും മാം, ഈ ഒരു ടെൻഷനോടെ വരുന്നത്. ബിക്കോസ് ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹിക്കാവുന്നതിലപ്പുറമാണ്. നഴ്സിങ്ങിന് പഠിച്ച എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം സിമ്പിളായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ മുമ്പിലിരിക്കുന്ന വ്യക്തി ഇപ്പം ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാളാണെങ്കിൽ പോലും ആ കുട്ടിക്ക് മനസ്സിലാകണം. ആ രീതിയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അത് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ നമ്മൾ പല ഇൻഫോഗ്രാഫിക്സ് കൊണ്ടുവരുന്നു, വീഡിയോസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇവർക്ക് ഇവരിലൊരു കോൺഫിഡൻസ് ഉണ്ടായി, അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായി, ഇത് എനിക്കും പറ്റും, പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ഇത് ഇത്ര വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ല എന്നവർക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ അത് പയ്യെ അവരിൽ വിശ്വസിച്ചു. ആ ഒരു വിശ്വാസം അവർ ബാക്കിയുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്തു. അങ്ങനെ കുട്ടികൾ കൂടുതലായിട്ട് വരുന്നു. ഇപ്പോഴാണെങ്കിലും നമ്മൾ നോക്കുന്നത് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഏറ്റവും സിമ്പിൾ ഫോമിൽ പറഞ്ഞു കൊടുക്കുക. ആ ഒരു തിയറി ബേസ് വെച്ചിട്ട് അവർക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ഒരു ഏൺ ചെയ്തതാണ് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. Above 5,000 സ്റ്റുഡൻസ് ആണ് ഇംപ്രിൻസ് അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയത്. ഡു യു റിമെമ്പർ എനി ഇമോഷണൽ ഭയങ്കര നിങ്ങളെ കണക്റ്റഡ് ആക്കിയ ഒരു ഇൻസിഡൻ്റ് ഉണ്ടോ? ഇമോഷണൽ എക്സ്പീരിയൻസസ് ഒത്തിരി ഉണ്ട്. മിക്ക റിസൾട്ട് വരുമ്പോഴും നമുക്ക് ഒരുപാട് ഓർത്തിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു 20 yearsോളം ഗ്യാപ്പ് വന്നിട്ട് ദുബായിൽ നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടി. ആൻഡ് ഈ കുട്ടി നമ്മുടെ അടുത്ത് സ്റ്റഡീസിന് വേണ്ടി വന്നപ്പോഴേ ആൾ ഭയങ്കര ടെൻസ്ഡായിരുന്നു. മാം എനിക്കിത് പഠിക്കാൻ പറ്റുമോ, എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല, ഇത്രയും ഗ്യാപ്പുണ്ട്, ആൻഡ് ഈ എക്സാം എനിക്ക് മാൻഡേറ്ററി ആണ്, ഇത് പാസ്സായില്ലെങ്കിൽ ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും സീനിയറാണ്, ഇത് പാസ്സായില്ലെങ്കിൽ ഞാൻ എങ്ങനെ ബാക്കിയുള്ള ജൂനിയേഴ്സിൻ്റെ മുഖത്ത് നോക്കും, ഈ ഒരു കൺസേണോട് കൂടെയാണ് ആൾ വരുന്നത്. ആൻഡ് നമ്മുടെ ഇവിടെ പഠിച്ചു. ഇപ്പം മാം പറഞ്ഞ പോലെ ഞങ്ങൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടാണ് ക്ലാസ്സസ് കൊടുക്കുന്നത്. റിസൾട്ട് വന്നു, നല്ല മാർക്കോട് കൂടെ ആൾ പാസ്സായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ആൾ ആദ്യം വന്നത് ഞങ്ങളെ കാണാനായിരുന്നു. അപ്പോൾ ഷി വാസ് ലിറ്ററലി ക്രൈം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെയും ഭയങ്കര ഇമോഷണൽ ആക്കിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇത് വൺ ഓഫ് ദി എക്സ്പീരിയൻസസ് ആണ്. അതുപോലെ ഇപ്പോൾ ചില കുട്ടികളുണ്ട്, അവരവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മളോട് ഷെയർ ചെയ്യും. ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ പറയുന്ന 1-2 വാക്കുകൾ അവർക്കൊരാശ്വാസം കൊടുക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കും ഓക്കെ, വി ആർ ഓൾസോ സാറ്റിസ്ഫൈഡ്. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും ഇമോഷണൽ സ്റ്റോറീസ് ഷെയർ ചെയ്യാനുണ്ടാവും. സ്ഥാപനത്തിന്റെ യഥാർത്ഥ വിജയം അതിന്റെ കെട്ടിടങ്ങളിലോ അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണത്തിലോ അല്ല, അത് അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന ഒരു മാറ്റത്തിലാണ്. വെൻ ഡിഡ് യു ആക്ച്വലി റിയലൈസ് ദാറ്റ് വി ആർ റിയലി മേക്കിംഗ് എ ഗ്രേറ്റ് ഡിഫറൻസ് ഇൻ ദിയർ ലൈഫ്? എപ്പോഴാണ് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത്?
അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഗൾഫിലേക്ക് പോകുന്നത്. നാട്ടിൽ നിന്നും നാട്ടിലെ സ്വന്തം വീടും പ്രിയപ്പെട്ടവരെ എല്ലാം വിട്ടിട്ടാണ് ഒരു കുട്ടി ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്. കാരണം ഇവിടെ അവർക്ക് അർഹതപ്പെട്ട സാലറി കിട്ടുന്നില്ല. സോ ഒരു ബെറ്റർ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒന്ന് ഫൈനാൻഷ്യലി സെറ്റിൽ ആകണമെന്ന് വിചാരിച്ചാണ് ഈ കുട്ടികൾ പോകുന്നത്. അത് മാത്രമല്ല, പഠിക്കാനായിട്ട് എടുത്ത എഡ്യൂക്കേഷൻ ലോണുകൾ, ഒരുപാട് ബാധ്യതകൾ, ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ഇവർക്ക് കാണാം. അപ്പോൾ ഒന്ന് സ്വന്തം കുടുംബത്തെ ഒന്ന് സെറ്റിൽ ആക്കുക, അതാണ് അവർ ഈ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക് അവിടെ ചെന്ന് ഈ ഒരു എക്സാം ക്ലിയർ ആയാലാണ് അവർക്ക് അവരുടെ ജോലി അവർക്ക് സ്ഥിരമാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു എക്സാം വഴി, ഈ ഒരു കോച്ചിങ് വഴി ഒരു കുട്ടീനെ മാത്രമല്ല അവരുടെ മൊത്തം ഫാമിലീനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു കുടുംബം തന്നെ മാറി മറിയുന്ന ഒരു എക്സാമാണിത്. അപ്പോൾ അത് ശരിക്കും ആ ഒരു ഡ്യൂ സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു കോച്ചിങ് കൊടുക്കുന്നതും ക്ലാസ്സസ് കൊടുക്കുന്നതും. പരമാവധി നമ്മൾ ശ്രമിക്കുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കുട്ടി പാസ്സാകണമെന്നുള്ളതാണ്. കാരണം എക്സാം ഫീ തന്നെ വരുന്നത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്, 35,000 വരുന്നുണ്ട്. അത് 3 തവണ മാത്രമാണ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ തവണയും ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുക, അതിനുശേഷം ഫെയിലായിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷണൽ, എന്താ പറയുക, ഒരു ഹാർട്ട് ബ്രേക്കാണ്. ഒരു കുടുംബത്തിൻ്റെ മൊത്തം ഒരു ഹോപ്പാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനെയും ആ ഒരു കോച്ചിങ്ങിനെയും അത്രയും നമ്മൾ കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെയാണ് കാണുന്നത്. 5000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇംപ്രിൻസ് അക്കാദമിയുടെ ഭാഗമാണ്. ദാറ്റ്സ് ആക്ച്വലി ആൻ ഇൻക്രെഡിബിൾ മൈൽ സ്റ്റോൺ ഫോർ ബോത്ത് ഓഫ് യു. ഇപ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വാട്ട് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഇൻ ദിസ്? സോ ഏറ്റവും സിമ്പിളായിട്ട് ഈ ക്വസ്റ്റിന് ഉത്തരം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു അമ്മയാണ്, എനിക്ക് 2 മക്കളുണ്ട്. സോ എൻ്റെ മക്കളുടെ ഏത് ഗ്രോത്ത് ഫേസാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് ചോദിച്ചാൽ പർട്ടിക്കുലർലി എനിക്കതിനൊരു ആൻസർ ഇല്ല. ഞാനത് മൊത്തം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ സെയിം ലൈക്ക് ഈ അക്കാദമിയുടെ ഓരോ ഫേസും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ഓരോ മൊമെൻറ്റിലും നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട്. അപ്പോൾ പർട്ടിക്കുലർലി ഒരു ഫേസ് ചോദിച്ചാൽ എനിക്കും റോസ് മാഡത്തിനും കൃത്യമായിട്ടുള്ളൊരു ആൻസർ ഇല്ല. ഓരോ സക്സസ്സും നമുക്ക് ഓരോ പൊൻതൂവലുകളാണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു 5 വർഷം ഇംപ്രിൻസ് അക്കാദമി വളർന്നതുപോലെ നിങ്ങൾ രണ്ടുപേരിലും തന്നെ വ്യക്തിപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ ഒരു യാത്ര നിങ്ങൾ എങ്ങനെയാണ് മാറ്റിയത്? ഈ ഒരു 5 വർഷം കൊണ്ട് ഞങ്ങളാണെങ്കിലും ഒരുപാട് മാറിയിട്ടുണ്ട്. പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഒക്കെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഫുൾ കമ്മിറ്റ്മെൻറ്റോട് കൂടി ചെയ്യണം. ചെറുതോ വലുതോ എന്തും ആയിക്കോട്ടെ, അത് ഫുൾ കമ്മിറ്റ്മെൻറ്റ് ഇട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പണ്ട് പഠിപ്പിച്ച അതേ ശൈലിയിൽ നമ്മൾ പണ്ട് ചെയ്ത അതേ കാര്യങ്ങൾ അതുപോലെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കാലത്തിൻ്റെ ആ ഒരു നീഡ് അനുസരിച്ച് നമ്മളും ഇമ്പ്രൂവ് ആകണം. എവറിഡേ നിങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഒരു സെൽഫ് എംപവർമെൻറ്റ് ആ ഒരു ഫീലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ പലരുടെയും ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിലൊരു മാറ്റം സൃഷ്ടിക്കാൻ വരുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് ഒക്കെ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വേർഡ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ വി റിയലി എൻജോയ് ദിസ് ആൻഡ് വി ആർ കണ്ടിന്യൂസ്ലി വി ആർ ട്രൈങ് ടു ഇംപ്രൂവ് അവർ സെൽഫ്. ഓരോ വിദ്യാർത്ഥിയും ഇംപ്രിൻസ് അക്കാദമിയിൽ നിന്ന് അവരുടെ പഠനം പൂർത്തിയാക്കി തിരിച്ചു പോകുമ്പോൾ അവർ എപ്പോഴും കൊണ്ടു നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മൂല്യങ്ങൾ എന്തൊക്കെയാണ്? സോ നമ്മളിവിടെ ഒരുപാട് തിയറി പഠിക്കുന്നുണ്ട്. നഴ്സിങ്ങിന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ തിയറി പഠിച്ചു, എക്സാം എഴുതി പാസ്സായി, തിയറി അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകും, ആ ഒരു തോട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി അത് മാറ്റിയിരിക്കണം. നമ്മളീ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കെയർ ചെയ്യുന്നത് ഒരു ജീവനെയാണ്. സോ നമ്മളീ പഠിച്ച തിയറി നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് കെയർ കൂട്ടുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ ചില കുട്ടികളുണ്ട്, ചിലപ്പോൾ ഒരു തവണ എക്സാം എഴുതി പല കാരണങ്ങൾ കൊണ്ട് ഫെയിലാകും, അവിടെ പരിപാടി അവസാനിപ്പിക്കും. സോ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ലൈഫിൽ വരാം. സോ അതിന് മുന്നിൽ നമ്മൾ ഒരിക്കലും അടിയറവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടൊരു പോക്കുണ്ടാവില്ല. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഹാർഡ് വർക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നമ്മുടെ മൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ടുഡേ ദർ ആർ മെനി എഡ്യൂക്കേഷണൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ഇംപ്രിൻസ് അക്കാദമിയെ അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇംപ്രിൻസ് അക്കാദമിയെ ചൂസ് ചെയ്യുന്നത്? ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ, അത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. കാരണം ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഫുൾ സെറ്റ് ഓഫ് ക്ലാസ്സസ് കിടക്കുന്നുണ്ട്. ഒരു പ്രോമെട്രിക് എക്സാം പാസ്സാകാനുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് വന്നു കഴിഞ്ഞിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ലൈവ് സെഷൻസും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയം അവർക്ക് സ്യൂട്ടബിൾ അല്ല. അല്ലെങ്കിൽ പിന്നെ അവർ ലീവ് എടുക്കണം. ലീവ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മൊബൈൽ ആപ്പിലൂടെ അവരെപ്പോഴാണോ ഫ്രീ ആകുന്നത് ആ സമയത്ത് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാം. ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണെങ്കിൽ പുറകോട്ട് പോയിട്ട് ഒന്നുകൂടി കേട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഇപ്പോൾ ഒരു കുട്ടി, ആയിരക്കണക്കിന് കുട്ടികളുണ്ടെങ്കിൽ പോലും
ഏത് കുട്ടിക്കും ഏത് സമയത്തും ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യാം, ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവതും നേരത്തെ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഉത്തരം ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അത് അവർക്ക് എത്ര സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാം, കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വൽ അറ്റൻഷനും നമ്മൾ എപ്പോഴും മാക്സിമം ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ ആപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടല്ലോ മിന്നു. അതെ, നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ലെക്ചർ നോട്ട്സ് ഒക്കെ എഴുതി പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒന്നും എക്സാമിന് ഇവർ വായിക്കണമെന്ന് നിർബന്ധമില്ല. സോ വാട്ട് വി ഡു ഇസ്, നമ്മൾ ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നമ്മുടെ ആപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം എക്സാമിന് തൊട്ട് മുന്നേ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യണം. സോ അതിന് എന്താണ് റിവൈസ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ വി ഹാവ് ദ റിവിഷൻ വീഡിയോസ്. എല്ലാ സബ്ജക്റ്റും ഏറ്റവും ബ്രീഫായിട്ട് നമ്മൾ റിവിഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു പ്രോമെട്രിക് എക്സാമിന് ഈ തിയറി പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് റീസെൻറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കുട്ടി പ്രോപ്പർലി ഫോളോ ചെയ്താൽ 100% ആ കുട്ടി വിജയിച്ചിരിക്കും. അത് ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പാണ്. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൻ്റെ കാര്യം പറയുവാണെങ്കിലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവർ എത്രമാത്രം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും അവരെ എക്സാമിന് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി ടൈം മാനേജ്മെൻ്റ് ഒക്കെ പലതും വലിയ വലിയ ലെന്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒറ്റത്തവണ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകത്തില്ല. ഇതിപ്പോൾ പലതവണ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ മൊബൈൽ ആപ്പിൽ നമ്മൾ 5700 MCQs ആണ് കൊടുത്തിരിക്കുന്നത്. അതും ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് പഠിക്കും, റീഡിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതിൽ തന്നെ എന്തുകൊണ്ട് ആൻസർ തെറ്റായി എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി അവിടെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന ഒരു ക്യാപ്സ്യൂളാണ് ഞങ്ങളുടെ ഈ മൊബൈൽ ആപ്പ്. യൂഷ്വലി കുട്ടികൾ ഇപ്പോൾ എക്സാം കഴിയുമ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട് ആ മോക്ക് എക്സാംസിന് തന്നെ ഒരു പകുതി ക്വസ്റ്റ്യൻസ് അതുപോലെ ഞങ്ങൾക്ക് കിട്ടി. സോ ദാറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. അപ്പോൾ അവർക്ക് എക്സാം ഹാളിൽ കയറുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓക്കെ ദേ ആർ സീയിങ് ദ സെയിം ക്വസ്റ്റ്യൻസ്. നമ്മുടെ ആപ്പിലുള്ള ഓൾമോസ്റ്റ് സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അവർ കാണുന്നത്. അവരുടെ കോൺഫിഡൻസ് കൂട്ടും, അവരുടെ സ്കോർ കൂട്ടും, ടൈം മാനേജ്മെൻറ്റ് ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ ഈസി ആക്കും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒറ്റ ആപ്പിലൂടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. And I do believe this is the best reason why എല്ലാവരും ഇംപ്രിൻസ് അക്കാദമിനെ ചൂസ് ചെയ്യുന്നത്. Okay. 5 beautiful years have passed by and every ending is a starting point for something bigger. ഇനി ഈ ഒരു 5 yearsൽ ഇംപ്രിൻസ് അക്കാദമിനെ എവിടെയാണ് നിങ്ങൾ കാണുന്നത്? ഓക്കെ, തീർച്ചയായും നമ്മൾ എക്സ്പാൻഷൻ നമ്മുടെ മൈൻഡിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇനിയും കോഴ്സസ് ആഡ് ഓൺ ചെയ്യും. ഒരുപാട് ലേണേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് വി ആർ ഓൾസോ ആഡിങ് ദാറ്റ് ടു അവർ കോച്ചിങ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് കൊടുക്കാൻ ഞങ്ങൾ ഇനിയും കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് തീർച്ചയായിട്ടും ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അതെ, കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് ഞങ്ങൾ ഇനിയും പരിശ്രമിക്കും. ആൻഡ് ഫൈനലി ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുന്ന പല നഴ്സുമാരുണ്ടാവും, ആദ്യത്തെ ആ ഒരു ചുവട് വെക്കാൻ ഭയക്കുന്നവരുണ്ടാവും. വാട്ട് മെസ്സേജ് ഡു യു വാണ്ട് ടു ഗീവ് ടു ദോസ് ആസ്പയറിംഗ് നഴ്സസ്? പലർക്കും കരിയറിൽ ഒരുപാട് ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ഒരു വലിയ നിലയിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സ്റ്റെപ്പ് എപ്പോൾ വയ്ക്കും, ആ ഒരു റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഒരു സപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നിങ്ങൾ അറിയേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എൻകറേജ്മെൻറ്റ് കൊടുക്കേണ്ടത്. യു ഹാവ് ടു ഡിസൈഡ്, യു ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുൻപോട്ട് വരിക, പരിശ്രമിക്കുക. നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുക. ടീച്ചേഴ്സിനൊരു റാപ്പിഡ് ഫയർ റൗണ്ട് തരാൻ പോവാണ്. ഓക്കെ, ഇംപ്രിൻസ് എന്നുള്ളൊരു പേര് ആദ്യം കൊണ്ടുവന്നത് ആരാണ്? റോസ്. ഓക്കെ, വേറെ സജഷൻസ് ഒന്നും ഉണ്ടായില്ല? സജഷൻസ് ഞങ്ങൾ കുറേ പേരുകൾ ഡിസ്കസ് ചെയ്തു. ഫൈനലി കുറച്ച് വെറൈറ്റി അല്ലേ, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ വേറെ ഇങ്ങനെ ഒരു പേരില്ല. ഇംപ്രിന്റ് മീൻസ് മുദ്ര പതിപ്പിക്കുക. സോ ഇപ്പം ഗെറ്റ് യുവർ സക്സസ് ഇംപ്രിന്റഡ്, ദാറ്റ് ഈസ് അവർ ലോഗോ, ടാഗ് ലൈൻ. നമ്മൾ ഫൈനലി അത് ചൂസ് ചെയ്തു. ആപ്റ്റായിട്ട് തോന്നി. യെസ്. ഓക്കെ, സ്റ്റുഡൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് ഇതിൽ? അവരോട് ചോദിക്കേണ്ടി വരും. ഓക്കെ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ടീച്ചർ ആരാ? ഓക്കെ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ടീച്ചർ? സങ്കടപ്പെടുന്ന ടീച്ചർ? ഓക്കെ, ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരുന്നത് ആരാണ്? റോസ്. ഓക്കെ, ഒരു ഫണ്ണിയസ്റ്റ് മൊമെന്റ്, ഏറ്റവും ഒരു മണ്ടത്തരം പറ്റിയ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ പഠിപ്പിക്കുന്നതിൽ? എന്തെങ്കിലും റിക്കളക്ട് ചെയ്യാൻ പറ്റും? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ മറ്റേ ഈ
ചെയറിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് റിക്ലൈനിങ് ചെയറാണ്. സോ ഇൻ ബിറ്റ്വീൻ എന്തോ ഒരു നല്ല പോയിന്റ് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു പഠിക്കാത്തതിന്. എല്ലാം കഴിഞ്ഞ് ഞാൻ ബാക്കിലേക്ക് അങ്ങ് ചാടി. ഞാനും ചെയറും ക്യാമറയിൽ നിന്ന് പുറകിലേക്ക് പോയി. ഒരു സെക്കൻഡിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എണീറ്റാൽ ഓൺലൈൻ ക്ലാസ്സസ് അല്ലേ, കുട്ടികളത് കാണും. Somehow I managed. പക്ഷെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാർക്ക് മനസ്സിലായില്ല ഞാൻ എവിടെ പോയി എങ്ങനെ തിരിച്ചു വന്നു. മേ ബി ആ ഒരു ലൈവ് ക്ലാസ് കണ്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോ അക്കാദമിയിൽ വരുമ്പോ ഭയങ്കര ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആളാരാണ്? ഞാനാണ് കൂടുതലും സോഷ്യൽ മീഡിയാസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. പഠിപ്പിക്കാൻ എന്താ പറയാ, ഇപ്പോ നിങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു അക്കാദമിയാണ്, ബട്ട് സ്റ്റിൽ എനിക്ക് പഠിപ്പിക്കാനാണ് കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നഴ്സിംഗ് ജോബിനെ മിസ് ചെയ്യുന്നുണ്ടോ? ലൈക്ക് നിങ്ങൾ ഇപ്പൊ ഓൺ സൈറ്റ് പോയി വർക്ക് ചെയ്യുന്നില്ലല്ലോ, അപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഒട്ടും മിസ് ചെയ്യുന്നില്ല. എനിക്ക് ആക്ച്വലി സ്റ്റാർട്ടിങ് തൊട്ടേ ഇതെനിക്ക് പറ്റില്ല എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ടീച്ചിങ് വാസ് മൈ പാഷൻ. അപ്പൊ അതിലേക്ക് വന്നു അങ്ങനെ ഒരു തോട്ട്. ഇഷ്ടമുള്ളത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചിങ് തന്നെയാണ് ഇഷ്ടം. ഓക്കെ. വാട്ട് ആൻ ഇൻസ്പയറിംഗ് കോൺവെർസേഷൻ ദാറ്റ് വി ഹാഡ്. ശരിക്കും നിങ്ങളുടെ ഈ ഒരു ജേർണി കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആവാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈ ഒരു ജേർണിയും ഈ ഒരു മൈൽ സ്റ്റോൺസും നിങ്ങൾ കവർ ചെയ്തതിൽ ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് വെരി ഹാപ്പി ഫോർ ബൂത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് റോസ് മാം ആൻഡ് മിനു മാം. ഒരു ചെറിയ ഡ്രീമിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു 5,000 സ്റ്റുഡൻസ് പ്ലസ് ഒരു ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി ആൻഡ് എ വെരി ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ഓൺ കംപ്ലീറ്റിംഗ് 5 years ഓഫ് യുവർ ജേർണി. ഇനിയും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റട്ടെ, അതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇംപ്രിൻസ് അക്കാദമി എത്തട്ടെ. കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ് ആൻഡ് കീപ് ക്രിയേറ്റിംഗ് positive imprints on the life of people. Thank you so much for coming. Thank you. Thank you.